അരെ ബാബു വന്നോ? ബാബു ആണത്? ഇപ്പൊ ഒരു കോ ലീഡർ ഇല്ലല്ലേ? കൺകുൺ ബ്ലോഗ്സിന്റെ ഫുൾ ഫോം എന്തോടാ? കണ്ണം കൊണ്ണ മെന്നിയണ്ണ തൊടയും മുട്ടയും ചേർന്നിരുന്നോട്ടെ മുട്ട ഫ്രൈ പാന് ചേർത്ത് ഇത് കണ്ണാപ്പിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയണ്ണാപ്പി. അവന്റെ പുതിയ എന്തോ വ്ളോഗ് ചാനലില് കണ്ണാകുണ്ണ അല്ലല്ലോ കൺകുൺ വ്ളോഗ്സിന്റെ ബാനർ നമ്മള് പോയി ഉദ്ഘാടനം ചെയ്യണോന്ന് അടുത്ത ഗെയിമിംഗ് റൂമിന്റെ ഉദ്ഘാടനത്തിന്. ജോക്കി എന്തിനാ ജോക്കി? അതിനകത്ത് ഒന്നും വരാൻ പോണില്ല. ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ പോലും അനങ്ങാപ്പാറ പോലെ മറ്റേ കാട്ടുകുണ്ണെ പോലെ വന്നിരിക്കുന്നവനാ ഇവ. ഇതിനകത്ത് കൂടിപ്പോയ ഒരു വീഡിയോ ഇടും, ഒരു വീഡിയോ. അതിന്റെ അപ്പുറത്ത് മേലല്ലെങ്കിൽ പണിയെടുക്കണം. ഇവനെ കൊണ്ട് പറ്റത്തില്ല, ഇതിനെ കൊണ്ട് പറ്റൂല. അതൊന്നും ഇവനെ കൊണ്ട് അത് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാ. ഈ ഇനാഗുറേഷനൊക്കെ വെറുതെയാ. അവനെ കൊണ്ട് അത് പറ്റത്തേ ഇല്ല. അവൻ ഇങ്ങനെ വെറുതെ സൈഡിൽ ഇരിക്കാന്നല്ലാതെ വേറെ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും അവന് ബുദ്ധിമുട്ടാ. സത്യം. അരെ ബാബു വന്നോ? ബാബു ആണത്? എന്തോ ചാനൽ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞ ഫോം വിളിച്ചിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി ചാറ്റ് കാണിക്കടാ. ചാറ്റ് റവന്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻവൈറ്റ് കിട്ടി. ബാബുവിന്റെ കിട്ടിയടാ? ഇനാഗ്രേഷൻ അല്ലേ? എടാ ഇനോഗ്രേഷൻ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. കൺകുൺ ബ്ലോഗ്സ് 50K ഒന്ന് ഇൻട്രോ പറയുന്ന എന്തൊരു പേരാടാ ഇത്? ആരുടെ ബ്രോഡ് പ്ലേ കൺകുൺ ബ്ലോഗ്സ് ഫുൾ നെയിം എന്തുവാ? അന്ന് എറണാകുളത്ത് ഞാൻ പറഞ്ഞ ബിസിനസ് ആവശ്യമായിട്ട് പോയില്ലേ, അവിടെ വന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പയ്യന്മാര് വന്നിട്ട് ഇതുപോലെ ചോദിച്ചു, ഇതുപോലെ ബ്രോ യൂട്യൂബർ അല്ലേ അതാണ് തന്നത്. അപ്പൊ അവിടത്തെ മറ്റേ മെയിൻ സിഇഒ ഇരിക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ചാനലിന്റെ പേരെന്തോന്ന് ചോദിച്ചു. ചേട്ടാ കണ്ണാപ്പി ഗെയിമിംഗ് എന്ന് എന്റെ മേലെ അങ്ങ് ഇടിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഗെയിമർ അല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇതെനിക്ക് അറിയണം, എന്റെ പയ്യന്മാരെന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു അപ്പോഴേ തല ഒരു നമ്മുടെ കൂട്ടത്തിൽ വ്ളോഗ് ചാനൽ അടിപൊളിയായിട്ട് കൊണ്ടുവന്നത് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. സത്യം ചന്ദ്രന്റെ വ്ളോഗ് കാണാൻ ഒരു പ്രത്യേക കിടിലമാണ്, പറയാതിരിക്കാൻ വയ്യ. ഹാപ്പി ബർത്ത്ഡേ ആണോ കിച്ചേടാ? എന്റെ ബർത്ത്ഡേ ബാബു. ഓയ് ടിവി ബേബി ആരാടാ? കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു ഗൈസ്. വൈകുന്നേരത്തെ കണ്ടന്റ് കണ്ടിട്ട് താങ്ക് യു. ഞാൻ ഇതുവരെ കണ്ടില്ല, കാണണം. ഇപ്പൊ ഒരു കോ ലീഡർ ഇല്ലല്ലേ? ഇല്ലടാ, നീ ഒന്ന് ആക്റ്റീവ് ആയി തീരാന്ന് പ്രശ്നമുള്ളൂ കേട്ടോ. നമുക്കൊരു പവർഫുൾ കോ ലീഡർ ഇല്ല. പവർഫുൾ കോ ലീഡർ ഞാൻ എന്തായാലും വരും. എനിക്ക് വരണം. കൊറേ പേരുണ്ട് കാത്തിരിക്കുന്ന, ഇഷ്ടംപോലെ ഗേൾസ് സിറ്റിക്കകത്ത്. എന്നാൽ നീ ഇത്ര കാത്തിരിക്കുന്ന ടിവി ഓഡിയൻസിന് ഒരു വാക്ക് പറഞ്ഞില്ലല്ലേ? അവരുമായിട്ട് പേരായിട്ട് അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും ഗേൾസിനെ നോക്കുന്നത്. കരുത്തേട്ടാ ഞാൻ സത്യം വീട്ടിൽ ഇല്ലായിരുന്നേട്ടാ. ഈ ഉണ്ടായിരുന്നേ ഞാൻ വന്നേനെ. വീട്ടിലില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി ഫ്രം UAE. ഷിനാസ് ബ്രോ താങ്ക് യു സോ മച്ച്. ആദിത്യ ബ്രോ താങ്ക് യു സോ മച്ച് 179. പക്ഷെ നിന്നെ ആ ആർപ്പിൽ നിന്നെ ശരിക്കും മിസ് ചെയ്ത് കേട്ടാ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കരയിപ്പിക്കല്ലേ. എനിക്ക് ഞാൻ പല വഴി നോക്കി എങ്ങനെയാലും വീട്ടിൽ പോകുന്ന എത്താൻ പറ്റുമെന്ന്. ആണല്ലേ? ആ ആർപ്പിൽ നീ ഇവിടെ വേണമായിരുന്നടാ. അതുണ്ടായിരുന്ന എന്റെ അമ്മ അതൊരു സാധനമായിരുന്നു. വീടെത്തിരുന്ന ഞാൻ കേറി തന്നെ. ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നു. എനിക്ക് ചന്ദ്രനെ അങ്ങ് കൊടുത്തിട്ട് എനിക്ക് എന്തോരം റീൽസ് ഇടായിരുന്നു. സത്യം നിനക്ക് ചന്ദ്രനെ അതല്ല, നിനക്ക് ഏറ്റവും കൂടുതൽ എലിയെ വാരി പൊതിയായിരുന്നു. സത്യം എലിയെ സാരി എടുത്ത് വന്ന് നിന്ന് സാരി എടുത്ത് വന്ന് നിക്കുവായിരുന്നു കേട്ടാ. വാപ്സ് ഫേക്ക് ഫ്രണ്ട്. സത്യം 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 സത്യം. എലി ഓൺ ചാറ്റോ? എലി ചാറ്റിൽ വന്നോ? വരാഞ്ഞ നന്നായില്ല, തീരുമാനമായെന്ന് എലി. നമ്മള് തന്നെ ഇവിടുത്തെ ഒരു പരിവാക്കിയ എലി വ്ലോഗ് സീനായിരുന്നു കേട്ടോ അവിടെ. ഓ കോഴിക്കോട് പ്രോഫിറ്റിലാണ് കേട്ടോ. പ്രോഫിറ്റിലാണ്, കോഴിക്കോട് പ്രോഫിറ്റിലാണ്. താങ്ക് യു സോ മച്ച്. 1000 രൂപ മുടക്കിയ ബാബുശേട്ട്. 1000 രൂപ ബാബു മുടക്കിയോ? 1000 രൂപ ബാബുശേട്ട് മുടക്കി. 10 ദിവസം അണ്ണാ കേൾക്കേണ്ടി വരും. 10 ദിവസം കണക്ക് കേൾക്കേണ്ടി വരും. മുടക്കുന്നതിന് മുമ്പേ 10 വട്ടം ചിന്തിക്കുന്ന ആളാ ബാബുശേട്ട്. എടാ കണ്ണാപ്പി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ അടുത്ത് നീ ഒരു 10-20 രൂപ എന്റെ ലൈവിനകത്ത് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് 1-1.5-2 വർഷത്തിന് മുകളിലായി. അണ്ണാ ഈ ലൈവ് ഞാൻ 20 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത അണ്ണന്.
കണ്ട 20 നിന്റെ അകത്ത് എത്ര വട്ടം റെഡ് കത്തിച്ചിരിക്കണ ഞാൻ. നീ എനിക്ക് ഒരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു സൂപ്പർ ചാറ്റ് എടാ ഞാൻ ഇപ്പൊ കത്തിക്കുവാണേ. ഈ ഉണ്ടാക്കുന്നൊക്കെ നീ എന്ത് ചെയ്യുവാ? എന്തായാലും കൊണം പിടിക്കാൻ പോകുന്നില്ല അണ്ണാ. പിന്നെ ഇതും വെച്ച് 1000 കുറഞ്ഞ ഒന്നുമില്ല. തികച്ച് നിന്റെ ആ വണ്ടിയിൽ നിനക്ക് 40,000 കിലോമീറ്റർ ഓടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നത്. നമ്മളാളാ ആരുടെ ഏത് നമ്മുടെ കണ്ണൻ ഫാൻ പോയ. എടാ കണ്ണാപ്പി കൺകുൺ ബ്ലോഗ്സിന്റെ ഫുൾ ഫോം എന്തോടാ? ഞാൻ പറഞ്ഞത് തന്നെയാണോ? അത് ശരത്തേടെ ഇട്ട പേര് കണ്ണൻ കൊണ്ണ. ഇത് നീ ഒരാളോട് എങ്ങനെ പറയൂടാ കണ്ണാപ്പി? ഇത് അന്ന് കണ്ണാപ്പി ഓർമ്മ ഉണ്ടോ? നമ്മള് അന്ന് അരൂര് പോയപ്പോഴത്തേക്ക് അങ്ങനെ ചാനലിന്റെ പേര് വെച്ചപ്പോ നീ നാറി ചമ്മി മുഖം തിരിഞ്ഞു നിന്നത്. അത് പക്ഷെ അന്ന് വേറെ സ്കീം ഉണ്ടായിരുന്നു വാസണ്ണ. അണ്ണാ അറിഞ്ഞോ അണ്ണാ? ഇല്ല. ബിസിനസിന്റെ ആവശ്യം എന്ന് പറഞ്ഞ ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പുള്ളിയുടെ ഓഫീസിലൊക്കെ AC റൂമിൽ പോയിരുന്നിട്ട് തിരിച്ച് അച്ഛന്റെ ഫോട്ടോ കാണിച്ചപ്പോ പുള്ളി അച്ഛനെ സെലക്ട് ചെയ്ത്, അതുകൊണ്ട് തിരിച്ച് ഞാൻ കായംകുളത്ത് പോയി. ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ബാബുശേട്ടന്. അതെ 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 അതെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചന്തി തടവിയായിരുന്നത് ബാബുശേട്ടൻ. സത്യം, കണ്ണാപ്പിയാണെ ഇങ്ങനെ തുറന്നിരിക്കുക. കേട്ടോ, ചന്തി തടവിയാണ് കണ്ണാപ്പല്ല ബാബു, നിനക്ക് വയ്യേ ഈ വേട്ടവാളിനോട് അടികൂടാൻ. ഇവന്റെ കൂടെ ഞാൻ സംസാരിക്കുന്നത് എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയവനല്ല. ഇതൊക്കെ നിന്റെ അച്ഛന്റെ ചിരി കൊടുക്ക. പാസ്വേഡ് ഇന്നലെ പിത്തൾജി ശരത്തേട്ടന് അടിയായി കേട്ടോ. കളിച്ചേര് സീരിയസ്ലി ഉണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? സീരിയസ്ലി ഞാൻ ചോദിക്കും. നിനക്ക് എത്ര വയസ്സുണ്ട്? 21, 22 വയസ്സ്. നീ ആദ്യം അണ്ടിന്റെ ഇടപെട്. എന്നിട്ട് വാസുണ്ടാ എന്നിട്ട് വാസു നിന്റെ അച്ഛന്റെ അണ്ടി പോമേരി വന്നില്ലേ ഒസാമ കണ്ടിയിലെന്ന്? വന്നായിരുന്നു. Thank you so much Edwin CB, thank you so much for the AD at 10. Rewind bro, thank you so much for the 2000 rupees super chat bro. ചോപ്പ് അടുത്തത് thank you so much for the 29. കണ്ണക്കുണ്ണൻ fan boy assembled ഇച്ചായൻ. Thank you so much for the $50. ഇതിപ്പോ സൂപ്പർ ചാറ്റ് വായിക്കാനും സമയമുള്ളല്ലോ. അതെ അതെ അതെ, അസൂയ അവിടെ അവന്. നിന്റെ ജീവിതം ഇങ്ങനെ നല്ല കാര്യല്ലേ ബാബുശേട്ടോ? അയ്യോ കൊറേ നേടുന്നുണ്ടല്ലോ. നീ ഉണ്ടാക്കിയതൊക്കെ എവിടെ? കഴിഞ്ഞ ദിവസം 1000 രൂപയ്ക്ക് ഫുഡ് മേടിച്ചതിന് കണക്ക് പറഞ്ഞ ആളല്ലേ ഇത്? എപ്പോ 1000 രൂപ നിനക്ക് തിന്നാൻ വാങ്ങിച്ചതിന് എന്താ കണക്ക് പറഞ്ഞിട്ടുള്ളത്? തിന്നാൻ വാങ്ങിച്ചെന്നാ പോലും ലിമിറ്റേഷൻ ആണ്. അണ്ണനൊക്കെ ഒരു ഹോട്ടലിൽ കയറ്റി കഴിഞ്ഞാൽ അണ്ണ എന്ത് പറയാ, എന്ത് വേണോ മേടിച്ചോടാ. ഇത് അങ്ങനല്ല പറഞ്ഞാലേ ഇവ എന്നെ കൊണ്ട് ആ കണക്ക് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിനക്ക് അല്ലെങ്കിലും തന്നിട്ട് കാര്യമില്ല, മനസ്സിലായി? പട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ. പട്ടി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ. സൗണ്ട് കേൾക്കുന്ന അരോചകല്ലേ? നമ്മള് മറ്റേ പറയാ ഏത് നീ മറ്റേത് പറയും? പിത്തൽ ചേട്ട് അടിയിട്ടതേ. നീ ഒരു തവണ പറഞ്ഞു നോക്ക്. നീ ഒരു തവണ കായംകുളത്തൊന്നും നിന്റെ വീട്ടിൽ കയറി അടിക്കൂലോ ഞാൻ. കാര്യമായിട്ടാനും അറിയുക. ബന്ധത്തിന്റെ പുറത്തൊന്നും വെച്ചിട്ട് കൊണക്കാൻ നിക്കല്ലേ ഇങ്ങനെ. മതിയാ, നിർത്ത കണ്ണാപ്പേ, നീ നിർത്ത. എരിവേറ്റില്ലേ? ഓ നിനക്ക് ആവാം. ബഹ്റിനില് $ആണോ ജോക്കി? അല്ലല്ല, ഡോളറാ? $100 ദർഹം. ദിനാറാന്ന് തോന്നുന്നു. ദിനാറാണോ? കൺഫേം ആയിട്ടങ്ങ് സീരിയസ് ആയ അടിപ്പറ്റി. ഇതിപ്പോ സീരിയസ് ആയി. ഇപ്പൊ അടിയായി. ഇപ്പൊ രണ്ടുപേരുടെ വീസി തള്ളക്കുളിയായി പറയുമ്പോ അതൊന്നും സീരിയസ് മെന്നി വന്നോ? എടാ എനിക്ക് ആരുടെ ചാറ്റ് പോലും കാണുന്നില്ല കേട്ടാ. മെന്നി വെൽക്കം ടു സ്ട്രീം. യൂട്യൂബ് കാണിക്കാത്ത എന്തോന്ന് പുള്ളിയെ സാറിന് യൂട്യൂബ് പോലും കാണിക്കുന്നില്ല കേട്ടാ. എടാ കണ്ണാപ്പി, നീ സിറ്റി കേറിയോ? ആ സിറ്റിയിലുണ്ട്. നീ റേഡിയോ കണക്ട് ചെയ്യാത്ത എന്താ? അല്ല സിറ്റി കേറിയുള്ളു, ലോഡായി കേറിയുള്ളു. ജോക്കി പിത്തൾജി ഓൾവേസ് ഫൈറ്റിംഗ് വെരി സാഡ് എന്ന് മെന്നിയാണ് ഇട്ട കമന്റ് ആണ്. അച്ഛൻ്റെ അടുത്ത് ഒന്ന് സോൾവ് ആക്കാൻ പറ. ഇതിപ്പോ എന്തിനാണ് ചെയ്തോ ശരത്തേട്ടാ? കണ്ണൻ ഇപ്പൊ റെഡ് കത്തിക്കുമല്ലോ. കണ്ണ ഇപ്പൊ റെഡ് കത്തിക്കുമല്ലോ. അത് വായിച്ചു. കണ്ണ ഇപ്പൊ റെഡ് കത്തിക്കുമല്ലോ. ആരായിരുന്നു സൂപ്പർ ചാറ്റ്? ഷെറിൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. വെള്ളാരി രാജ താങ്ക് യു സോ മച്ച് 20. ഗെയിംസ് താങ്ക് യു സോ മച്ച് 100.
സെർവറിൽ നിന്ന് കിക്ക് ചെയ്തു. കണ്ണൻ അവന്റെ അച്ഛന്റെ മാനം കാക്കും. അവൻ ready എങ്ങനെയാ വെച്ചിട്ട്. അണ്ണനെ പോലെ ആകുന്നത്? ഞാൻ 10 ചാനൽ തുടങ്ങി ഒരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ടാണ് നീ എന്നെ പോലെ ആവാത്തത്. ഞാൻ ഒറ്റ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. എടാ, ഒരു ചാനലിന് റീച്ചില്ലെന്ന് പറയുമ്പോൾ അടുത്ത ചാനൽ തുടങ്ങണതല്ല അതിന്റെ സൊല്യൂഷൻ. നമ്മുടെ ചാനലിനെ റീച്ച് ആക്കി എടുക്കാൻ നോക്കുക, അതാണ് സൊല്യൂഷൻ. അല്ലാതെ ഒരു ചാനൽ പോയി എന്ന് പറഞ്ഞാൽ അടുത്ത ചാനൽ തുടങ്ങി വീണ്ടും അതിനകത്ത് കണ്ടിട്ട് കാര്യമില്ലല്ലോ. കൺസിസ്റ്റൻസിയാണ് കീ. അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുക, ഇതാക്കുക. മനസ്സിലായ? എന്നാലേ കാര്യമുള്ളൂ. വെൽക്കം സ്ട്രീം ബ്രോ. ചാനലിന്റെ പേരോ അല്ലെങ്കിൽ അതിലെ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലോ ഒന്നും കാര്യമില്ല. അതാ ഇവിടെ കണ്ണാപ്പി കണ്ടോ? 100K ജർമ്മൻ കണ്ണാപ്പി. എങ്ങനെയാണ് അതിനൊക്കെ ഇത് പറ്റണം ബാബു? നീ ഇങ്ങനെ ഓർത്ത് വെക്ക്, നീ അത് വിടൂലല്ലേ? ഇല്ല, തീരെ ഇനി ഒരു 3 കേസ് കൂടെ പറയുമ്പോ എനിക്ക് അങ്ങ് ഒരു ആശ്വാസം കിട്ടും. ബാബു നിനക്ക് അവന്റെ റെഡ് കത്തിക്കട്ടെ. ആ, കത്തിക്ക്. ആ ഓക്കെ വെയിറ്റ്. ഇന്ന് റെഡ് കത്തിയാലേ ഇനി ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ നിന്റെ ചാനലിലോട്ട്, അതുറപ്പാ. ജോക്കിയുടെ തുട പൊളി. തുട പുള്ളി എന്റെ തുട പൊള്ളി എന്നാണ് പറഞ്ഞേ. എങ്ങനെ പൊള്ളി? അതെങ്ങനെ പുള്ളി എങ്ങനെ അറിഞ്ഞ്? പുള്ളിയാ ഞാൻ ലൈവിൽ പറഞ്ഞു. എടാ അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മടിയിൽ വെച്ച് തേച്ചോ? അല്ലടാ, രാവിലെ ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. പറയുന്ന കേക്കടാ, കിടിക്കാതെ ആദ്യം പറയട്ടെ. തൊടയും മുട്ടയും ചേർന്നിരുന്നോട്ടെ. മുട്ട ഫ്രൈ പാന് ചേർത്ത് ഫ്രൈ പാന് വെച്ചിട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയടാ. ബാബു ഉണ്ടായി പറയട്ടെ. നീ ചിരിച്ചിട്ട് പറയുന്ന പറയുന്നില്ല. എടാ, അത് ഞാൻ രാവിലെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫ്രൈ പാനില് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് പാത്രം കഴുകാനുള്ള മടിക്ക് ഞാൻ ഫ്രൈ പാൻ തന്നെ എടുത്തോണ്ട് അങ്ങ് ഹോളിലോട്ട് വന്നു. ഞാനിങ്ങനെ ഫ്രൈ പാൻ എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ മൈൻഡിലുണ്ടല്ലോ ഫ്രൈ പാൻ ആണ്, ചൂടാണ്, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. കേട്ടില്ല എന്താ പറഞ്ഞേ? 15 മിനിറ്റ് റോക്സെറ്റിൽ എൻട്രി ചെയ്യണേ. ഫ്രൈ പാന് തൊടയുടെ അടുത്ത് വെച്ചിരിക്കുക. പറഞ്ഞ പൊളിക്കരുത്. അയ്യോ ജോക്കി, അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. അയ്യോ ജോക്കി പറഞ്ഞു. ഇല്ല, ഞാൻ നിർത്തിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളെ ടൈം 11:25. 11:25. ഓക്കെ ഞങ്ങൾ ജോക്കി എണ്ണ കല്യാണം നടക്കുമെന്ന് ചോദിച്ചു പോട്ടെ. കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും. 2000 രൂപ കണ്ണാപ്പി. ഇല്ല, ഇത് ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, വായിച്ചോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 റുപ്പീസ് സൂപ്പർ ചാറ്റ് കണ്ണാപ്പി. 50ാമത്തെ ഗോൾ അവൻ കംപ്ലീറ്റ് ചെയ്ത് കേട്ടാ. അത്ര ഉള്ള കണ്ണ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇത് പക്ഷെ നിനക്ക് അഹങ്കരിക്കാം ഇതിന്റെ ഒരു മനുഷ്യന് 10 പൈസ കൊടുക്കുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത്. സത്യം. ഇതിന് ആരെയും പിടിച്ചു പറിച്ചത് ഇവന്റെ അച്ഛന്റെ ക്രെഡിറ്റ് ജീവിതകാലം മൊത്തം കേൾക്കാം. ഇത് കൺഫേം ആയിട്ട് പിടിച്ചു വാങ്ങിക്കാൻ പോയത്. അല്ലെങ്കിൽ അവൻ VC ഇരുന്നാണ് ചെയ്യേണ്ടത്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച് ആരെ കമത്തിയത്? എന്നാലും കുഴപ്പമില്ല. ഞാൻ കിക്കാക്കിയതാ. ഇവന്റെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡാണ് ഇത്, എനിക്ക് ഉറപ്പാ. ഇവന്റെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡായത്. അടയ്ക്കാൻ നേരത്ത് വിളിക്കും, അച്ഛന്റെ മാല പണയത്തില്ലാന്ന് പറഞ്ഞോണ്ട്. അല്ല, ഇതിന് ഞാൻ തിരിച്ചു കൊടുക്കണം. ഇത് 40% കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ. ഇതിന് ഞാൻ 2000 ആയിട്ട് തിരിച്ചു കൊടുക്കണം. അതാ പ്രശ്നം. മെന്നീഗോ എന്ന് കേട്ടോ ചാറ്റില്, PR വർക്ക്സ് കേട്ടാ. ഓ ഏതാ കണ്ണ, സൂപ്പർ ആണ്, സൂപ്പർ. 3 രമേശ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 10 AD. ഇവന് ബാക്കിയുള്ളവരെ ചെയ്യിപ്പിക്കലുണ്ട്. ചെറിനെ താങ്ക് യു സോ മച്ച്. പക്ഷെ നീ എനിക്കൊരു ബാധ്യത എടുത്തു വെച്ച് തന്നത്. ഇവൻ ഇനി 2000 രൂപ ഞാൻ GPay ചെയ്ത് കൊടുക്കണം. അല്ല, ഇതിപ്പോ റീഫണ്ട് ചെയ്യുമല്ലോ. സത്യമല്ലേ, ഇതിപ്പോ റീഫണ്ട് അടിക്കട്ടെ ഇവൻ. ബാങ്കിൽ നിന്ന് വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് 2000 രൂപ അനങ്ങിയിട്ടുണ്ട്, ഇത് നിങ്ങൾ എന്നെ ചെയ്തതാണോ? അപ്പൊ ഇത് ഞാനല്ലേ ചെയ്തിട്ട് ആ പൈസ തിരിച്ചെടുക്കും. ഇവ ഫ്രോഡാണ് കഴിച്ചത്. ആദ്യമായിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വെളിയിലോട്ട് പൈസ പോയിട്ടുണ്ട് 2000 രൂപ. എടാ, ഈ പിള്ളേരെ കിടന്ന് ഫ്രൈ പാൻ. എടാ, ഒന്നും ഇല്ലടാ, അത് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് CID മൂസ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, സലികുമാറിന്റെ ഒരു സീൻ വന്നപ്പോ മണ്ടേ കയറിയപ്പോ ഞാൻ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മടി വെച്ചതാ. ജോക്കി നല്ല പൊള്ളിയോ? തോട കുറച്ച് വട്ടത്തിലോ? ഹരി, നിന്റെ വണ്ടി ഏതാ ഹരി? തെളിവ് വേണോ? ഞാൻ അയച്ചുതരാം. ഹരി അയച്ചേ. ഏറ്റവും ഫ്രണ്ടിലെയോ?
ബാബു ഓ ബാബു ഒന്ന് ലൈവ് നോക്കൂ, ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അതാ ലൈവില് നല്ലൊരു തുടരെ ഫോട്ടോ കാണിക്കുന്നു. ഈ ഫോട്ടോ എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഈ തലേക്കാറല്ലേ എന്റെ തലേക്കാറ നീ ബാക്കിയുള്ളവരുടെ കയറുന്ന കണക്ക്. ചേട്ടാ എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ ഒരാളെ ഉള്ളൂ ടിവിയില്. ആയിക്കോട്ടെ, ചേട്ടനല്ലാതെ വേറെ ആരും ഞാൻ സ്നേഹിക്കും. ഇറങ്ങി വരാവോ സ്നേഹിക്കണ്ട തന്നെ. ഇയാളുടെ ഭ്രാന്തെടുത്തിരിക്കല്ലോ സ്നേഹിച്ച് അതില് തമ്മിൽ ഭേദ സ്നേഹം. എനിക്കൊരു 500 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? ചേട്ടൻ എന്തായാലും ഞാൻ 1000-500 ഒന്നും തരാൻ പോകുന്നില്ല. ചേട്ടൻ ഞാൻ തരുവാണെങ്കിൽ അത് ആ രീതിയിൽ തന്നില്ല. ഞാൻ ചേട്ടന്റെ പറഞ്ഞ വാക്കാ. ചേട്ടന് ഞാൻ അങ്ങനെ തരത്തുള്ളൂ. ചേർത്ത് പലിശ അതൊക്കെ അത്രേ ഉള്ളൂ. ശരത്തേട്ടൻ ഞെട്ടും. അപ്പൊ അയ്യോ അജയ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ അജയ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ക്രിക്കറ്റ് ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തല്ലോ. ക്രിക്കറ്റ് ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യണം ചേട്ടാ. ഇന്ന് കുറെ പേര് മെസ്സേജ് അയച്ചോട്ടാ വീഡിയോ കണ്ടിട്ട്. ഞാൻ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. താങ്ക് യു. ഏതാ കല്യാണ വീട്ടിലോ? ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നീ ഇമോർട്ടൽ അടിച്ചോ കേട്ടോ ബാബു. ഇങ്ങോട്ട് അടിച്ചോ? ഇന്നലെ 11 മണിക്കൂർ റേവല്ലായിരുന്നു. ഗ്രൈൻഡിങ് ആവശ്യയുടെ പോലും. ഞാൻ ഇപ്പോ ഈ സത്യം ഈ മന്ത് തൊട്ടൊന്ന് തിരിച്ച് കയറി തുടങ്ങണമെന്ന് വിചാരിച്ച കേസ് എന്റെ ഒരു കാര്യവും നടക്കുന്നില്ല കേസ്. ഞാനൊരു നടക്കുന്നില്ല. ഞാനത് എനിക്ക് വന്ന് വീണ്ടും പോയി അങ്ങനെ ഗ്യാപ്പ് എടുക്കാൻ വയ്യ. അപ്പൊ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഞാനിപ്പോ ഒരു കാര്യം തുടങ്ങി വെച്ചേക്കും, അത് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചിട്ട് തിരിച്ചു കയറാം. അല്ലാതെ വെറുതെ ഈ ഇടയ്ക്ക് വന്നും പോയി നിൽക്കാൻ വയ്യ. വരുവാണെങ്കിൽ അത് ഒരു സംഭവം തുടങ്ങുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയുമ്പോൾ എത്ര പറയാം. അപ്പൊ അത് രീതിയിലാക്കി വെച്ചിട്ട് ഞാൻ വരാം. ചന്ദ്രന്റെ വെഡിങ്ങിന് മുന്നേ ഞാൻ എന്തായാലും കേറും. നിർത്തിയായിരുന്നല്ലേ അത്? ചന്ദ്രനില്ല കേസ് നമുക്ക് നടത്താം, എന്തെങ്കിലുമൊക്കെ നടത്താം. ചന്ദ്രൻ അയ്യോ ശരിയാണ്, അത് ഞാൻ മറന്നിരിക്കുവായിരുന്നു. ചന്ദ്രന് നമുക്ക് ഇതാണ് കേസ്. ഉത്തരവാദിത്തം ഒരു കോ ലീഡറാണ് ശരത്തേട്ടാ. അവ ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ലീഡർ എപ്പോഴും ഫുൾ ടൈം ലീഡറിനെ വന്ന് നിന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു കോ ലീഡറിനെ നിയമിച്ചിരിക്കുന്നത്. അവന്റെ കൂടുതൽ അല്ല ഞാൻ കോ ലീഡർ ആണ് ഓൾറെഡി. അതെ പക്ഷെ ഞാൻ വരാത്തത് കൊണ്ടാ. എന്നാലും അങ്ങനെയല്ല, ഞാനൊരു കോ ലീഡറാണ്. എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഞാൻ നേരത്തെ ചന്ദ്രനെ അറിയിച്ചതാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ വേണ്ട കേട്ടോ. അവനെ റീപ്ലേസ് ചെയ്തിട്ട് വേണ്ട, അത് മോശം. ഓ ടി വി അടച്ചു പൂട്ടേണ്ടി വന്നത് ശരി. അവരെ കോ ലീഡറാക്കാൻ പോകുന്നില്ല. അവനെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അവനെ നിങ്ങൾ ജീവിതത്തിൽ എങ്ങാനും ഒരു ദിവസം സ്ഥലം വല്ലതും വിൽക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അവനെ കൊണ്ട് താമസിപ്പിച്ചാൽ മതി ഒരു മാസം. അതെ നിങ്ങൾക്കിപ്പോ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോ ഒരു സ്ഥലം പറഞ്ഞ വില 60 ലക്ഷം 50 ലക്ഷം വരെ അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് വാങ്ങിച്ചു തരും. പിന്നെ ഇവന്റെ കൂടെ വേറൊരുത്തുണ്ട് ബോബോയ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തന്നിട്ട് ഇല്ല. ഇവന്റെ കൂടെ ഉണ്ടെങ്കിലേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ. ഇവന് ചേർന്നാലേ പ്രശ്നമുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഞാൻ വേറെ പ്രശ്നക്കാരനല്ലേ. വീഡിയോ കോൾ വിളിച്ചിട്ട് പെട്ടെന്ന് വീഡിയോ കോളിൽ നോക്കുന്ന സമയത്ത് ഒരു പതിവരുത്ത ചന്തി കാണിച്ചായിരുന്നു. ഇത് ടിവിയിൽ ഒരാളുടെ ചന്തിയാണ്. ആരുടെയാണ്? ഇവന് നമ്മൾ എത്ര നേരം മൂട്ടി വിട്ടിട്ടാ ഇവൻ ഈ 2000 രൂപയ്ക്ക് ഇവിടെ കാണിച്ചേ. ഇവൻ കാണിച്ചെന്ന് പറഞ്ഞാൽ പറയട്ടെ. ആരെ എന്റെയോ? എടാ നിന്റെ നീ കണ്ണപ്പയുടെ വീട്ടിൽ പോയിട്ട് ഉറങ്ങിയ സമയത്ത് ഇവൻ മറ്റേ ബാറിൽ മറ്റേ ബാറല്ലോ.